ഇന്ന് പ്രായഭേദമന്യേ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നടുവേദന. ചെറിയ കുട്ടികൾ മുതൽ ഏത് പ്രായക്കാരിലും നടുവേദന ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാരണമാണ് ഡിസ്ക് തെറ്റൽ അഥവാ ഡിസ്ക് പ്രൊലാപ്സ്. ഡിസ്ക് പ്രൊലാപ്സ് അഥവാ നട്ടലിന്റെ ഡിസ്കിനുണ്ടാകുന്ന സ്ഥാനഭ്രംശം എന്നത് നമ്മൾ ഇന്ന് ഒരുപാട് കേട്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ്. നമ്മുടെ നട്ടലിന്റെ കശേരുകൾക്കിടയിലുള്ള ഷോക്ക് അബ്സോർബർ ആണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിന് പ്രായം കൂടുന്നതിനനുസരിച്ച് തേയ്മാനം ഉണ്ടാവുകയും തേയ്മാനം കൂടുന്നതിനനുസരിച്ച് ഡിസ്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറി സ്പൈനൽ കോഡിൽ ഞരമ്പിനടുത്തേക്ക് നീങ്ങുമ്പോഴാണ് അതിനെ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി കാലുകളിൽ മരവിപ്പുണ്ടാവുകയും അധിക നേരം നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റാതെ വരികയും ഒക്കെ ചെയ്യുന്നു. നട്ടലിനുണ്ടാകുന്ന വേദന, കാലുകളിലെ ഞരമ്പുകൾക്കുണ്ടാകുന്ന തരിപ്പ്, നടുവിൻ്റെ ഭാഗത്തുണ്ടാകുന്ന നീർക്കെട്ട് ഇവയെല്ലാം ഡിസ്ക് പ്രൊലാപ്സിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഡിസ്ക് തള്ളൽ ഉണ്ടായി എന്ന് കരുതി നടുവേദന ഉണ്ടാകണമെന്നില്ല. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഡിസ്കിൻ്റെ ഭാഗം സമീപമുള്ള നാഡിയെ ഞെരുക്കുമ്പോൾ മാത്രമാണ് വേദന അനുഭവപ്പെടുന്നത്. നടുവിൻ്റെ ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തും ഇത് സംഭവിക്കാം. കഴുത്തിൻ്റെ ഭാഗത്തുണ്ടാകുമ്പോൾ ഇതിനെ സെർവിക്കൽ ഡിസ്ക് പ്രൊലാപ്സ് എന്നും നടുവിൻ്റെ ഭാഗത്തുണ്ടാകുമ്പോൾ ലെംബാർ ഡിസ്ക് പ്രൊലാപ്സ് എന്നും പറയും. ചിലരിൽ ഡിസ്ക് പ്രൊലാപ്സ് ഘട്ടം ഒന്നുകൂടി കടന്ന് ജെൽ ഭാഗം വേർപെട്ട് നട്ടലിൻ്റെ മുകൾ ഭാഗത്തേക്കോ താഴ്ഭാഗത്തേക്കോ നീങ്ങുന്നതായും കാണാം. ഇത് സുഷുമ്നാ നാഡിയിൽ വളരെയേറെ സമ്മർദ്ദമുണ്ടാക്കും. ഈ അവസ്ഥയെ ഡിസ്ക് പ്രൊലാപ്സ് ആൻഡ് മൈഗ്രേഷൻ എന്ന് പറയും. സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ ഡിസ്ക് തെറ്റലിൻ്റെ പ്രശ്നം കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ സ്ഥിരമായി ബൈക്ക് യാത്ര ചെയ്യുന്നവരിൽ, അമിതവണ്ണമുള്ളവരിൽ, സ്ഥിരമായി അമിത ഭാരമെടുത്ത് ജോലി ചെയ്യുന്നവരിലും, വാഹന അപകടം വഴി നട്ടലിന് ക്ഷതമുണ്ടാകുന്നവരിലുമെല്ലാം ഈ പ്രശ്നമുണ്ടാകുന്നു. അതുപോലെ എല്ലുകളിലെ കാൽഷ്യത്തിൻ്റെ കുറവും ഡിസ്ക് പ്രൊലാപ്സിൻ്റെ മറ്റു കാരണമാണ്. ഡിസ്ക് തള്ളൽ മൂലമുള്ള നടുവേദന മിക്കവാറും വിശ്രമിക്കുമ്പോൾ തന്നെ ഭേദമാകാറുമുണ്ട്. ചിലർക്ക് പ്രത്യേക രീതിയിൽ നിൽക്കുമ്പോഴോ കിടക്കുമ്പോഴോ വേദനയിൽ ആശ്വാസം ലഭിക്കാറുണ്ട്. ആ പൊസിഷനിലാകുമ്പോൾ വീർത്ത ഡിസ്ക് ഭാഗം നാഡിയെ ഞെരുക്കുന്നത് ഒഴിവാകുന്നത് കൊണ്ടാണ് അപ്പോൾ ആശ്വാസം ലഭിക്കുന്നത്. ആയുർവേദത്തിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട്. രാസ്നാ സപ്തകം, രാസ്നാ പഞ്ചകം, പുനർനവാദി കഷായം, സഹചരാദി കഷായം തുടങ്ങി നിരവധി കഷായങ്ങളും, യോഗരാജ ഗുൽഗുലു, കൈശോര ഗുൽഗുലു, പുനർനവാദി ഗുൽഗുലു തുടങ്ങി ഔഷധങ്ങളുമൊക്കെ നീരും വേദനയും മാറ്റുന്നതിനായി അവസ്ഥാനുസരണം കഴിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. കൂടാതെ പുറമേയുള്ള നീര് മാറ്റുന്നതിനായി ലേപനങ്ങൾ ഉപയോഗിച്ച് പൂച്ചിടുകയും ചെയ്യുന്നു. വാദം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിൽ ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണ് തൈലപ്രയോഗങ്ങൾ. അത് ശരീരത്തിന് അകത്തേക്കും പുറത്തേക്കും ഒരേപോലെ ചെയ്തു വരുന്നു. അകത്തേക്ക് ആവർത്തികളുടെ രൂപത്തിൽ, അതായത് സഹചരാദി ആവർത്തി, ധന്വന്തരം ആവർത്തി, ക്ഷീരബല ആവർത്തി എന്നിങ്ങനെയൊക്കെയാണ് കഴിക്കാൻ കൊടുക്കുന്നത്. പുറമേ തൈലം ഉപയോഗിച്ച് ചെയ്യുന്ന ചികിത്സാ രീതി പ്രധാനമായും വരുന്നത് തടവൽ അഥവാ ഉഴിച്ചിലാണ്. അതിനായി ധന്വന്തരം, സഹചരാദി, പ്രപഞ്ചനം തുടങ്ങിയ തൈലങ്ങളൊക്കെ ഉപയോഗിച്ച് വരുന്നു. തൈലം കൊണ്ട് ചെയ്യുന്ന മറ്റൊരു ചികിത്സാ രീതിയാണ് പിജു. തൈലം പഞ്ഞിയിലോ കോട്ടൺ തുണിയിലോ മുക്കി വേദനയുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ആയുർവേദത്തിൽ തൈലം ഉപയോഗിച്ച് ചെയ്യുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് കടിവസ്തി. ഉഴുന്നുമാവ് കൊണ്ട് വേദനയുള്ള ഭാഗത്ത് തടമുണ്ടാക്കി അതിൽ ചെറു ചൂടോടെ തൈലം ഒഴിച്ച് നിർത്തുന്ന ഒരു ചികിത്സാ രീതിയാണ്. 20 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെയൊക്കെയാണ് കടിവസ്തി ചെയ്യുന്നത്. ഇതിലൂടെ രോഗിക്ക് നല്ല ശമനം ലഭിക്കുന്നു. അതുപോലെ തന്നെ തൈലധാരകളും ഇത്തരം സാഹചര്യത്തിൽ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അടുത്തതായി സ്വേദക്രിയയാണ്. സ്വേദക്രിയകൾ പ്രധാനമായും ആയുർവേദത്തിൽ കിഴികളുടെ രൂപത്തിൽ ചെയ്യുന്നു. ഇലക്കിഴി, ധാന്യാമ്ലക്കിഴി, ഞവരക്കിഴി ഒക്കെ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നു. ഡിസ്ക് ബൾജിങ്, ഡിസ്ക് പ്രൊലാപ്സ് പോലെയുള്ള പ്രശ്നങ്ങളിൽ വ്യായാമത്തിന് ഏറ്റവും നല്ലൊരു പങ്ക് തന്നെയുണ്ട്. എല്ലാ ജോയിൻസിനും മൂവ്മെന്റ്സ് വരുന്ന രീതിയിലുള്ള എക്സർസൈസ് ദിവസവും ശീലമാക്കണം. ഡിസ്ക് പ്രൊലാപ്സ് പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഭക്ഷണത്തിൽ പാലും പാലുൽപ്പന്നങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. ഇവയിൽ കാൽഷ്യം കൂടുതലായി അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലുകളുടെ ബലത്തിന് ഇവ ഏറെ ഗുണം ചെയ്യും. മത്തി, നെത്തോലി പോലെയുള്ള ചെറിയ മീനുകളൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക. കൂടാതെ പയറുവർഗ്ഗങ്ങൾ, ബദാം, ഇലക്കറി, ബ്രൊക്കോളി, ഓറഞ്ച്, മുട്ടയുടെ വെള്ള എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നമ്മുടെ ജീവിതശൈലിയിൽ ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ തന്നെ ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് ബൾജിങ് പോലെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് തന്നെ തടഞ്ഞു നിർത്താൻ കഴിയും. ചികിത്സയ്ക്ക് ശേഷം ഭുജംഗാസനം ചെയ്യുന്നത് വളരെ ഫലപ്രദം തന്നെയാണ്.